ഹായ്. അപ്പൊ ഞാൻ തീർത്തും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായത്തിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ കലോത്സവത്തിൽ പങ്കെടുത്ത ഒരു മത്സരാർത്ഥി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമായി അറിയുന്ന ഒരു കാര്യമാണ്, കള്ളക്കളികൾ കലോത്സവത്തിന് അന്നും ഇന്നും പുത്തരിയല്ല. അതിപ്പോ എല്ലാ വർഷം കലോത്സവം നടക്കുന്ന സമയത്തും നമ്മൾ കാണുന്നതാണ്, ഇപ്പോഴും എല്ലാ വർഷത്തിന്റെ ഇടയിൽ നമ്മൾ കണ്ടുവരുന്നതാണ്. പക്ഷെങ്കിൽ ഞാൻ 10 വർഷത്തോളം പഠിച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ സബ് ജില്ലയായ ഞാൻ 10 വർഷത്തോളം പെർഫോം ചെയ്ത് എന്നെ ഞാനാക്കി മാറ്റിയൊരു സബ് ജില്ലയിൽ ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യണേ, ഒരുപാട് എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, ഞാൻ വളരെയധികം ബഹുമാനിക്കുന്ന ടീച്ചേഴ്സും സ്റ്റുഡൻസും സ്റ്റാഫും ഉള്ള ഒരു സബ് ജില്ലയിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യാത്തൊരു സംഭവം ഇന്ന് സംഭവിച്ചു. അപ്പൊ അതിന് കുറച്ച് അനേകം ആൾക്കാർ, അതിന് ഒരുപാട് അവാർഡിന് അർഹരായിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോണത്, അവർ ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോണത്. തെറ്റാണോ ശരിയാണോ എന്നുള്ളത് ഞാൻ പറയണ ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് തീരുമാനം എടുക്കുക. അപ്പൊ ഞാൻ കാര്യങ്ങൾ എന്താണെന്നുള്ളത് അടുത്ത സ്റ്റോറിയിൽ പറഞ്ഞുതരാം. അപ്പൊ നിലമ്പൂർ സബ് ജില്ലാ കലോത്സവത്തിന്റെ പ്രചരണാത്വത്തിന്റെ ഭാഗമായിട്ട് ഒരു റീൽസ് കോൺടെസ്റ്റ് മീഡിയ കമ്മിറ്റി, കലോത്സവ മീഡിയ കമ്മിറ്റി സംഘടിപ്പിച്ചിരുന്നു. അതിൽ വ്യക്തമായ മാനദണ്ഡങ്ങളുണ്ട്, അതിന്റെ സംഭവങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ വ്യൂസ് വേണം, ലൈക്ക് വേണം, കമന്റ് വേണം, മികച്ച വീഡിയോ ആവണം, ഇങ്ങനെ ഒരു 4-5, പിന്നെ കലോത്സവത്തിന്റെ തീം വേണം, ലോഗോ വേണം, 5-6 മാനദണ്ഡങ്ങളുണ്ട്. അപ്പം ഇത് പാലിച്ചിട്ട് ഇപ്പച്ചിന്റെ സ്കൂളിൽ LP UP കുട്ടികളാണ്, അവർക്ക് ഇൻസ്റ്റാഗ്രാമോ സംഭവങ്ങളൊന്നുമില്ല. അവരൊരു വീഡിയോ പുറത്തിറക്കി. അപ്പൊ അവസാന ദിവസം വരെ നമ്മൾ ആരും കൂടണില്ല, കാരണം നമ്മൾ അത്ര സീരിയസ് ആയിട്ട് ഇത് എടുക്കണില്ല. പക്ഷെങ്കിൽ കൂടെ മത്സരിച്ച ആൾക്കാർ ഫേക്ക് വ്യൂസ് കയറ്റിയിട്ട് ഈ പാവങ്ങളെ സ്കൂളിൽ ഇപ്പാന്റെയും സ്കൂളിലത്തെ ചെറിയ കുട്ടികളും ഉമ്മമാരും ഇവരൊക്കെ ഷെയർ ചെയ്ത് കിട്ടിയ വ്യൂസിന്റെ മുകളിൽ വ്യൂസ് കൊണ്ടുപോയി തുടങ്ങി. ഫേക്ക് വ്യൂസും സാധനങ്ങളും കയറ്റിയിട്ട് ഒറ്റ ദിവസം കൊണ്ട് 100K 500K 800K 1.5 മില്യണിക്ക് പോണ വീഡിയോസ് വരൽ തുടങ്ങി. അപ്പോഴാണ് ഞാനും ബാസിലും നമ്മളെല്ലാവരും ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഈ ചെറിയ കുട്ടികളെ വീഡിയോ ഞങ്ങൾ ഹെൽപ്പ് ചെയ്ത് ഞങ്ങളെല്ലാവരും നല്ലൊരു കുഴപ്പമില്ലാത്ത 21 ലക്ഷം ആൾക്കാരിലേക്ക് ആ കണ്ടന്റ് ഞങ്ങൾ എത്തിച്ചു കൊടുത്തു ഒരു ദിവസം മുന്നേ. അപ്പൊ അങ്ങനെ സ്വാഭാവികമായും കള്ളക്കളി കളിച്ച്, അതായത് ഫേക്ക് വ്യൂസ് എല്ലാം അടിച്ചു കയറ്റി നിൽക്കണ സ്കൂളുകാരെല്ലാവരും ഇടയ്ക്ക് ഈ പാവം LP UP സ്കൂൾ കുട്ടികളെ വീഡിയോ ഞങ്ങളെല്ലാവരും സഹകരിച്ച് സഹായിച്ച് നല്ല വ്യൂസിലെത്തി ഒരു ജയിക്കുന്ന ഒരു പൊസിഷനിലെത്തി. അപ്പൊ 1ാം സ്ഥാനക്കാർക്ക് 5000 രൂപ ഉണ്ട്. അത് പോട്ടെ, പൈസ അല്ല ഇവിടെ പ്രശ്നം. അപ്പൊ ഇവർ 1ാം സ്ഥാനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഒന്നാമത് ഈ മീഡിയ കമ്മിറ്റി മത്സരത്തിന്റെ വിധി നിർണ്ണയിക്കുന്ന ഡേറ്റ് 2 പ്രാവശ്യം മാറ്റി. ആദ്യത്തെ ദിവസം മാറ്റി, 2ാമത്തെ ദിവസം മാറ്റി. അതായത് ബാക്കിയുള്ളവർക്ക് മാക്സിമം ടൈം കൊടുക്കുകയാണ്. അതായത് ഫേക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി കൊണ്ടുപോകാ, അത് കൊടുത്തിട്ട് വേണം മറ്റുള്ള തോൽപ്പിക്കാൻ എന്നുള്ള കളിയാണ് ഫസ്റ്റ് മുതൽ കളിക്കുന്നത്. 2 ദിവസം ടൈം കിട്ടിയിട്ടും വേണ്ടപ്പെട്ട ഫേക്ക് വ്യൂസ് ഒന്നും ഒറിജിനൽ വ്യൂസിനെ തോൽപ്പിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഇത് മാനദണ്ഡങ്ങളിൽ 5-6 മാനദണ്ഡങ്ങളിൽ 5 അല്ലെങ്കിൽ 5-ൽ 4 പാലിച്ച് ഫസ്റ്റ് ആയിട്ട് ഈ LP UP കുട്ടികളെ റീലെത്തി നിൽക്കുന്ന സമയത്ത് ഇവര് എടുത്ത തീരുമാനമാണ് ഏറ്റവും വലിയ കോമഡി. അതായത് മാനദണ്ഡങ്ങൾ കറക്റ്റ് ഇതുണ്ട് കേട്ടോ. ഇതിന്റെ മാനദണ്ഡങ്ങളെ അടുത്ത സ്റ്റോറിയിൽ ഷെയർ ചെയ്തത് എന്താണെന്നുണ്ട്, അത് വായിച്ചു നോക്കിയിട്ട് നിങ്ങളൊന്ന് പറയും, ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ദുനിയാവിലെ